ഗംഗാവലിപ്പുഴയിൽ അർജുന്റെ ലോറിക്കായുള്ള തെരച്ചിലിൽ ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്നു. മരം നീക്കം ചെയ്യുന്നതിനിടയിലാണ് ലോഹഭാഗം കണ്ടെത്തിയ ലോഹഭാഗം അർജുന്റെ ട്രക്കിലെ വെള്ളം സൂക്ഷിക്കാനുള്ള ഭാഗമാണ് എന്നാണ് ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. ബന്ധു ജിതിനും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ലോറി ഓണറും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. എ കെ അഭിലാഷ്, അരമണിക്കൂർ തിരച്ചിലിൽ തന്നെ നിർണായകമായ കണ്ടെത്തലാണ് ഷിരൂരിൽ സാധിച്ചിരിക്കുന്നത്. നാളെ എങ്ങനെയാണെങ്കിൽ രാവിലെ 8 മണി മുതലുള്ള തിരച്ചിലിൽ ലോറി ആ ഭാഗത്തുണ്ട് എന്ന ഉറപ്പിന്മേലുള്ള തിരച്ചിലിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോറിയുടെ സാന്നിധ്യം ആ മേഖലയിലുണ്ടെന്ന് ഉറപ്പിക്കുന്നതല്ലേ ഇന്നത്തെ ലോഹഭാഗം കണ്ടെടുത്തത്? തീർച്ചയായിട്ടും ലോറിയുടെ സാന്നിധ്യം ഉണ്ട്, അവിടെ തന്നെ ഉണ്ട് എന്ന് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ഒരു വിവരം തന്നെയാണ് ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ലോറിയിലുണ്ടായിരുന്ന വാട്ടർ ടാങ്ക് കാരിയറാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന, അതായത് കഴിഞ്ഞ 16 മുമ്പ് നടത്തിയ ആ തെരച്ചിലും ഇവിടെ നിന്ന് ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരുന്നു. ആ ഹൈഡ്രോളിക് ജാക്കി ഉണ്ടായിരുന്നത് ഈ വാഹനത്തിൻ്റെ ഈ ടൂൾ ബോക്സിലാണ്. ഇപ്പോൾ നമുക്ക് ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും, ഈ ടൂൾ ബോക്സും അതോടൊപ്പം തന്നെ ഈ വാട്ടർ ടാങ്കും സ്ഥാപിച്ചിരിക്കുന്നത് ഒരേ ഭാഗത്താണ്, ഒരേ സ്ഥലത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ അർജുൻ ഉപയോഗിച്ച ഭാരത് ബെൻസ് ലോറിയുടെ ആ ടൂൾ ബോക്സിനോട് ചേർന്ന് വെള്ളം വയ്ക്കുന്ന ഭാഗം, ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ഭാഗം നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്ത് പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. അത് അർജുനന്റെ ലോറിയിലെ വെള്ളം ഉപയോഗിക്കാൻ വെച്ചിരുന്ന പ്ലാറ്റ്ഫോമാണ് എന്നത് വളരെ വ്യക്തമാണ് ഈ ദൃശ്യത്തിൽ. അപ്പോൾ നമുക്കത് ഉറപ്പിക്കുക തന്നെ ചെയ്യാം, അത് അർജുൻ്റെ ലോറിയുടെ ഭാഗം തന്നെയാണ്. എന്ന് വെച്ചാൽ അർജുൻ്റെ ലോറി ജാക്കി കണ്ടെടുത്ത് അതേ ഭാഗത്ത് തന്നെയാണ് ഇന്നിപ്പോൾ ഈ വെള്ളം വയ്ക്കുന്ന പ്ലാറ്റ്ഫോമും കണ്ടെത്തിയിരിക്കുന്നത്, അല്ലേ? അതെ, ഈ കോണ്ടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ തെരച്ചിൽ ഈ ഭാഗം കണ്ടെത്തുകയും നമ്മൾ ഈ ദൃശ്യങ്ങൾ ഈ ടെലിവിഷനിലൂടെ വരുന്ന സമയത്ത് അർജുൻ്റെ ബന്ധുക്കളാണ് ഈ കാര്യം കണ്ടെത്തുകയും അവർ തന്നെയാണ് നമ്മളോട് വിളിച്ചു പറയുകയും ചെയ്തത്. കാരണം ഇത് ആ വാഹനത്തിലുണ്ടായിരുന്ന ഈ വാട്ടർ ടാങ്ക് കാരിയറാണ് എന്നുള്ള കാര്യം നമ്മോട് പറയുന്നത്. അതോടൊപ്പം കൂടിയാണ് ജിതിനടക്കം നമ്മളെ വിളിക്കുകയും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തത്. പിന്നീട് ഈ ലോറി ഉടമ മനാഫും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നു. ഏതായാലും അർജുൻ്റെ ട്രക്ക് ആ ഭാഗത്ത് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുന്നു. ഇന്ന് വൈകി നടത്തിയ തെരച്ചിൽ, അതായത് 6 മണിക്ക് ശേഷം മാത്രമാണ് ഡ്രഡ്ജർ ഈ മേഖലയിലേക്ക് എത്തിച്ച് തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും ആ തെരച്ചിലിൽ തന്നെ നിർണായകമായ ചില കണ്ടെത്തലുകൾ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ രാവിലത്തെ തെരച്ചിൽ അതിനിർണായകമാണ് എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ നാളെ അധികം വൈകാതെ തന്നെ, മണിക്കൂറുകൾക്കകം തന്നെ ഈ ആ തെരച്ചിലിൽ തന്നെ ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കാരണം വളരെ വൈകാതെ തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഒരു വലിയ തരത്തിലുള്ള ഒരു ആശ്വാസകരമായിരിക്കും അർജുൻ്റെ കുടുംബത്തിന്. അതോടൊപ്പം തന്നെ മലയാളികൾക്കൊന്നാകെ തന്നെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാകും. അതിലുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും രാവിലെ തന്നെ നടത്തുക. ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് ഈ കോണ്ടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ തന്നെ നടത്തുമെന്ന് നാവികസേനയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യമാണ്. ഏതായാലും ആ ഘട്ടത്തിലേക്ക് തന്നെ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടം കൂടിയാണ് ഇത് എന്ന് വേണം പറയാൻ. അരുൺ.